ഹലോ നമസ്കാരം. സംഭവബഹുലമായ ഒരു ഞായറാഴ്ച കടന്നു പോവുകയാണ്. ഇന്ന് ഈ ദിവസം സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുകയാണ്. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കാടിറങ്ങുന്ന വന്യതയിൽ പ്രതിഷേധം പുകയുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. അതിനിടെ ബേലൂർ മഖനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി 7:45 ചാലിഗദ്ദയിലെത്തി. ബേലൂർ മഖനെ എന്ന കൊലയാളി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. ഞാൻ രാഹുൽ ഗാന്ധിനോട് പറഞ്ഞു, അന്ന് പറഞ്ഞ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് ആ സോൻശേച്ചിക്ക് പറ്റിയാണെങ്കിൽ ഇനി ആർക്കും വരല്ലെന്നും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എന്നാ സഹായം വേണേ നമുക്ക് സഹായം വേണേ ചെയ്തു തരാമെന്നും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച PV പോളിന്റെ പാക്കത്തെ വീട്ടിലും ആശ്വാസവുമായി രാഹുലെത്തി. ചികിത്സിക്കുന്നതിൽ വീഴ്ചയെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. വീടിന്റെ കാര്യം, കൊച്ചിന്റെ വിദ്യാഭ്യാസം, ഈ കുടുംബത്തെ ചെലവല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്. ഈ പപ്പ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകണം, മുന്നോട്ട് പോകണം. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ അലഹബാദിലേക്ക് പോയി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുള്ള രാഹുലിന്റെ മണ്ഡല സന്ദർശനം. 24 വയനാട്. വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പുകളുമായ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാര കേന്ദ്രമായി സ്വന്തം മണ്ഡലത്തിൽ പോകുന്നതിന് പകരം രാഹുൽ ഗാന്ധി സജീവമായി ഇടപെടണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ, DFO, SP തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവകരമാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീണ്ടും ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. I tried to call the Chief Minister this morning. He is not available, so I am looking forward to calling him and having this conversation with him, because I would also like to apprise him directly of what the people of Wayanad are going through. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ MP-ക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം? ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ പുലർച്ചെ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. വയനാട് പുൽപ്പള്ളിയിൽ വന്യജീവി ശല്യത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കുറിച്ചിപ്പറ്റ സ്വദേശി ഷിജു കാഞ്ഞിരത്തിങ്കൽ, പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ച കേസിലാണ് നടപടി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാനാണ് നിർദ്ദേശം. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. ആശ്രമംകൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന കടുവ ആക്രമണത്തെ ചെറുക്കാൻ മേഖലയിൽ സ്ഥാപിക്കുന്ന 4ാമത്തെ കൂടാണിത്. പുൽപ്പള്ളി ആശ്രമംകൊല്ലി ഐക്കരക്കുടി എൽദോസിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയുണ്ടായ കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. കടുവയുടെ ആക്രമണത്തിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവ് ചത്തിരുന്നു. ഇതേ കടുവ മുന്നിൽ ചാടിയതിനാൽ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു പശുവിന് നേരെയുള്ള ആക്രമണം.
കടുവയുടെ ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് വനംവകുപ്പ് സ്ഥാപിക്കുന്ന 4ാമത്തെ കൂടാണിത്. നേരത്തെ സുരഭിക്കവലയിലും താന്തിരുവിലും ഉൾപ്പെടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും നടപടികൾ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ വാദം. വൈകുന്നേരം 4 മണിയായപ്പം കടുവയെ കണ്ടു. ഫോറസ്റ്റുകാരെ വിളിച്ചു, എടുത്തിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വധഭീഷണികളുണ്ട്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. പോലീസിനെ വിളിച്ചു, അവരും വന്നിട്ടില്ല. പിന്നെ 112 വിളിച്ചു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് GD കണ്ടിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും വന്നിട്ടില്ല. വന്യമൃഗശല്യം തടയുന്നതിൽ വനം വകുപ്പ് നിസ്സഹായരാണെന്ന് വാച്ചർമാർ. നമുക്ക് ഇപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കൂടെ ആയുധങ്ങളൊന്നുമില്ല, അങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. പ്രദേശത്ത് ഒരിക്കൽ കൂടി വന്യമൃഗാക്രമണം ഉണ്ടായാൽ വീണ്ടും തെരുവിലിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. 24 വയനാട്. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖിന തിരിച്ചു വരുന്നു. കർണാടക വനത്തിലായിരുന്ന ആന കേരള-കർണാടക അതിർത്തിക്ക് അടുത്തെത്തി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, വനംവകുപ്പിന്റെ പ്രതീക്ഷ പോലെ രാത്രി കേരള വനാതിർത്തിയിലേക്ക് ഈ ആന എത്തുമെന്നായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണോ? നമ്മുടെ ദൗത്യ സംഘം തയ്യാറെടുത്ത് നിൽക്കുകയാണോ മയക്കുവെടി വെക്കാൻ? ഗോകുൽ, അല്പസമയം മുമ്പാണ് സിഗ്നൽ ലഭിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. ഈ സിഗ്നൽ അനുസരിച്ച് ഇത് നാഗർഹോളയ്ക്കും തോൽപ്പെട്ടിക്കും ഇടയിലുള്ള പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ കാട്ടാന ഇന്ന് വൈകിട്ട് ലഭിച്ച സിഗ്നൽ അനുസരിച്ച്, അതായത് ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നൽ വൈകിട്ട് ഉച്ചതിരിഞ്ഞാണ്. ആ സമയത്ത് ഈ ആന നേരെ നാഗർഹോള വനത്തിന്റെ ഭാഗമായ ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക്, അതായത് കർണാടകയുടെ ഭാഗത്തേക്ക് പോയിരുന്നു. ഇതേ തുടർന്ന് ദൗത്യം താൽക്കാലികമായി വൈകിട്ട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അത് കേരളത്തിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുന്നു എന്നുള്ള തരത്തിലുള്ള സിഗ്നലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ചത്. ഇതനുസരിച്ചാണ് കൃത്യമായ രീതിയിൽ ഇതിനെ മോണിറ്റർ ചെയ്തു വരുന്നുണ്ട്. ഉൾവനത്തിൽ തന്നെയാണ് കാട്ടാന ഉള്ളത്. ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും. പല ഘട്ടങ്ങളിലും ഈ കാടെല്ലാം വെട്ടിയാണ്, അതായത് അടിക്കാടെല്ലാം വെട്ടി പോകേണ്ട അവസ്ഥയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. ഇന്നലെ ഈ ആന 2 തവണയാണ് ഈ വനപാലകർക്ക് നേരെ ചീറിയെടുത്തത്. അത് വലിയ രീതിയിൽ ഒരു ദുരന്തം ഉണ്ടായനെ. കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള ആനകൾ, കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അത് ചേസ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഈ ആന ചാർജിങ്ങിൽ നിന്ന് ഒഴിവായത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്നലെ ഒഴിവായത്. സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ ഈ ആന ഈ കേരള മേഖലയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായി നാളെ രാവിലെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. RRT സംഘം തയ്യാറാണ്. മേഖലയിൽ 13ഓളം വാഹനങ്ങൾ, വനംവകുപ്പ് വാഹനങ്ങൾ റോന്തുവിടുന്നുണ്ട്. ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. 8 ദിവസമായി ഈ ബേലൂർ മഖിനെ പിന്തുടരുകയാണ് കേരള വനംവകുപ്പ് സംഘം. ഒപ്പം വയനാടിന്റെ സംഘവും കർണാടകയുടെ സംഘവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് കർണാടക വനാതിർത്തിയിൽ നിന്ന് കേരളത്തിന്റെ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കേരള വനംവകുപ്പ് സംഘത്തിന്, ദൗത്യ സംഘത്തിന്, വയനാട് RRT ടീമിന് അതിനെ മയക്കുവെടി വെക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനിടെ പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു കാട്ടാനയുടെ വാർത്ത വരുന്നു. മൂഴിയാറിൽ കാട്ടാന ആക്രമണം. കാടിനുള്ളിൽ നിന്ന് തേൻ ശേഖരിച്ച ശേഷം തിരികെ വരികയായിരുന്ന ആദിവാസി കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒറ്റക്കൊമ്പനാണ് ആക്രമിച്ചത്. ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ആർക്കെങ്കിലും പരിക്കുണ്ടോ ഈ ആക്രമണത്തിൽ? പരിക്കുണ്ട്, പക്ഷെ ഗുരുതര പരിക്കല്ല. സജിത്തിന്റെ മാതാവ് അനിത, സുകുമാരൻ, സജിത്തിന്റെ പിതാവ് സുകുമാരൻ എന്നിവർക്കാണ് ചെറിയ തോതിൽ പരിക്കേറ്റിരിക്കുന്നത്. കാര്യമായ രീതിയിലുള്ള പരിക്കില്ല. വനത്തിൽ നിന്ന്, മൂഴിയാർ എന്നാൽ ഗൂഗിളിനറിയാം, സ്വാഭാവികമായ ഒരു നിബിഡ വനമാണ്. ആ മേഖലയിൽ നിന്ന് തേൻ ശേഖരിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് കാട്ടാന ഈ മേഖലയിലൂടെ കടന്നു വന്നത്. ഇരുവരും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ 3 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ സമയത്ത് വാഹനം മറിയുകയും അതുപോലെ തന്നെ ഈ 3 പേർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാലും കാര്യമായ രീതിയിലുള്ള പരിക്കുകളല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇരുവരെയും എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള പരിക്കുകളല്ല. പക്ഷേ ആന ആ സമയത്ത് തന്നെ ആ മേഖലയിലൂടെ കടന്നുപോയി. മറ്റു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഗൂഗിൾ. ശരി, ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മൂഴിയാറിലാണ് വനത്തിൽ നിന്ന് തേൻ ശേഖരിച്ച് മടങ്ങിയ സംഘത്തെ കാട്ടാന ആക്രമിച്ചത്. ഏതായാലും പരിക്കുകൾ ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയെന്ന നാട്ടുകാർ. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പശുവിനെ കാണാത്തതിനെ തുടർന്ന് മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ നടത്തിയ പരിശോധനയിൽ തോട്ടിൻകരയിൽ പുലി പശുവിനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത്.
ഷംസുദ്ദീനെ കണ്ടതോടെ പുലി പശുവിനെ ഉപേക്ഷിച്ച് മറഞ്ഞു. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. അന്ന് മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ പുലി പിടിയിലാകുമായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ RRTയെ വിളിച്ച് അറിയിച്ചു. മറ്റേ അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിലൊന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ധോണിയിൽ പുലിയുടെ സാന്നിധ്യം കൂടി നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനംവകുപ്പിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് RRT സംഘങ്ങൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. 24 പാലക്കാട്. കണ്ണൂരിൽ ഗവർണർക്ക് നേരെ SFI പ്രതിഷേധം. മട്ടന്നൂരിലും ഇരിട്ടിയിലും പേരാവൂരിലും SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ DYFI പ്രവർത്തകർ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തി റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവിധയിടങ്ങളിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. മട്ടന്നൂർ ടൗണിൽ SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യമുണ്ടായി. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ പോലീസ് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കയറ്റി മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പെട്ടെന്ന് സംഘടിച്ചെത്തിയ DYFI പ്രവർത്തകർ പോലീസ് വാഹനം, അതായത് പോലീസ് ജീപ്പും പോലീസ് ബസ്സും തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. SFI നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ അകാരണമായി പോലീസ് സംഘം മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. പിന്നീട് കസ്റ്റഡിയിലെടുത്ത SFI നേതാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ഈ വാഹനം നീങ്ങുന്നതിനിടെ ബലം പ്രയോഗിച്ച് DYFI പ്രവർത്തകർ പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ടൗണിൽ മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയ SFIയുടെ ഒരു പ്രവർത്തകൻ പോലും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലില്ല. മുഴുവൻ പേരെയും DYFI പ്രവർത്തകർ മട്ടന്നൂർ ടൗണിൽ നിന്ന് തന്നെ പോലീസ് വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ കേന്ദ്ര ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായതാണ്. അത്തരമൊരു പശ്ചാത്തലമുണ്ട്. അതിനിടെയാണ് ഈ കരിങ്കൊടി പ്രതിഷേധമുണ്ടാവുകയും അതിനിടെ ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. തുടർന്ന് ഗവർണറുടെ വാഹനത്തിന് നേരെ ഇരിട്ടിയിലും പേരാവൂരിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. നാളെ വയനാട്ടിലേക്ക് ഗവർണർ പോകുന്നതിനിടെയാണ് ഈ പ്രതിഷേധങ്ങൾ, SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. കേരള സർവകലാശാല സെനറ്റ് യോഗം ചാൻസലറായ ഗവർണർ റദ്ദാക്കിയേക്കും. ഇക്കാര്യത്തിൽ ചാൻസലർ നിയമോപദേശം തേടി. സെനറ്റ് യോഗം സംബന്ധിച്ച് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർക്ക് വിശദീകരണം നൽകി. ഇതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ക്രിമിനൽ പരാമർശവുമായി ഗവർണർ രംഗത്തെത്തി. മറുപടി പറഞ്ഞ് തന്റെ നിലവാരം കളയാനില്ലെന്നായിരുന്നു മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. കേരള സർവകലാശാല സെനറ്റ് യോഗം ഗവർണറും സർക്കാരും തമ്മിലുള്ള പുതിയ പോർമുഖം തുറക്കുകയാണ്. സെനറ്റ് യോഗം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇത് റദ്ദാക്കാനുള്ള നടപടികൾ രാജ്ഭവൻ പരിഗണിക്കുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമോപദേശം തേടി. മിനിറ്റ്സ് ഒപ്പിടേണ്ടത് മന്ത്രിയല്ലെന്നും VC ആണെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ രാജ്ഭവനിലെത്തി സെനറ്റ് യോഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഇടപെടലിനെ നിയമപരമായി നേരിടാനും രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഗവർണർ ക്രിമിനൽ പരാമർശം നടത്തിയത്. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. ഗവർണറുടെ പരാമർശത്തിന് മറുപടി പറഞ്ഞ് തന്റെ നിലവാരം കളയില്ലെന്ന മന്ത്രി R ബിന്ദു. ഗവർണർ എല്ലാവരെയും ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണറുടെ നോമിനികളായ 11 അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകി. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സർവകലാശാലയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട്
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം കാണിച്ചതാണ്. അത് അന്വേഷിക്കണമെന്നും ആ യോഗം അസ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് പ്രധാനമായിട്ട് ഞങ്ങളിത് കൊടുത്തത്. മന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. BJP നേതാവ് ഷോൺ ജോർജിനെതിരെ കേസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് നടപടി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ ഈ കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം ചില പത്രങ്ങളിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചതാണ്. വീണ ടിയുടെ പരാതിയിൽ പറയുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ പ്രധാനമായും പരാതിയിൽ പറയുന്നത് തന്റെ പിതാവും അതേപോലെ തന്നെ ഭർത്താവും CPM നേതാക്കളായതിനാൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ ഇപ്പോൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സ്കൈ 11 എന്ന് പറയപ്പെടുന്ന കമ്പനിയുടെ പേരിൽ തനിക്കെതിരെ അടക്കം വ്യാജ പ്രചരണങ്ങൾ നടത്തി അത് സജീവമാക്കി നിലനിർത്തിയെന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ പരാതിയിലുണ്ട്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് വീണയുടെ പരാതിയിൽ BJP നേതാവ് ഷോൺ ജോർജിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ വ്യാജമായ ആരോപണങ്ങളിലാണ് കേസ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. കൂടാതെ ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കോവിൽ. ശരി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഇപ്പോൾ ഷോൺ ജോർജിനെതിരെ പരാതി നൽകിയിരിക്കുന്ന. കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് എക്സാലോജിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആരോപണം കഴിഞ്ഞ ദിവസം സജീവമായിരുന്നു. ആ ആരോപണത്തിനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എക്സാലോജിക്കിനെതിരായ കേസിൽ അന്വേഷണം പൂർത്തിയാകും വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFIO അന്വേഷണത്തിന് 8 മാസം കാലാവധി നൽകിയത് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വേണ്ടിയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPIM-ൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. വീണയ്ക്കെതിരായ കേസിനെ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ വരാത്തത് ഇതിന് തെളിവാണ്. CPIM-ഉം BJP-യും കേരളത്തിൽ പരസ്പര ധാരണയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും K സുധാകരൻ പറഞ്ഞു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് CPI-ൽ നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. CPM-ലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന CPM നേതാക്കന്മാരെ ഇപ്പൊ കാണാനേ ഇല്ല. CPM-ൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി ഞങ്ങൾ അതിനെ വീക്ഷിക്കുകയാണ്. രണ്ടു കൂട്ടരും അവരുടെ പൊതു താല്പര്യം സംരക്ഷിക്കുകയാണ്. BJP CPM-നെ സഹായിച്ചാലും CPM BJP-യെ സഹായിച്ചാലും പരസ്പര ധാരണയിൽ രണ്ടു കൂട്ടരും സംരക്ഷിക്കുന്നത് അവരവരുടെ താല്പര്യമാണ് എന്നതൊരു പ്രധാന വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുഖങ്ങളെ കളത്തിലിറക്കാൻ CPIM. കോഴിക്കോട്, വടകര, പൊന്നാനി, കൊല്ലം സീറ്റുകളിൽ ധാരണയായി. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു. കൊല്ലത്ത് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടെന്ന് M മുകേഷ് MLA 24-നോട് പറഞ്ഞു. ഈ മാസം 27 CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കോഴിക്കോട് എളമരം കരീമും വടകരയിൽ KK ശൈലജയും മത്സരിക്കുമെന്ന് ഉറപ്പായി. ജില്ലാ കമ്മിറ്റി പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. എളമരം രാജ്യസഭാ MP സ്ഥാനം 4 മാസത്തിനുള്ളിൽ ഒഴിയണം. ഒപ്പം ജില്ലയിലെ ജനസ്വീകാര്യതയും നറുക്കുവീഴാൻ കാരണമായി. വടകരയിൽ KK ശൈലജ വന്നാൽ പാർട്ടി വോട്ടുകൾക്ക് പുറമെ സാധാരണക്കാരുടെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ മട്ടന്നൂർ MLA ആണ് KK ശൈലജ. UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോടും വടകരയിലും നിലവിലെ MP-മാർ തന്നെ മത്സരിക്കുമെന്നതിൽ തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് LDF ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നുറപ്പായി. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയും ഐക്യകണ്ഠേന തോമസ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചു. കൊല്ലത്ത് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടെന്ന് M മുകേഷ് പറഞ്ഞു. 24 അവതാരപ്പുലികൾ പരിപാടിയിലാണ് സ്ഥാനാർത്ഥിയാകുമെന്ന് മുകേഷ് പറയാതെ പറഞ്ഞത്. കുറെ നാളായിട്ട് പാകപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ എന്ന് പറയാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. DYFI സംസ്ഥാന പ്രസിഡന്റായ V വസീഫ് കോഴിക്കോട് മത്സരിക്കുമെന്ന സൂചനകൾ ആദ്യം പുറത്തുവന്നെങ്കിലും ഒടുവിലത് പൊന്നാനിയിൽ ഉറപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റി വസീഫിന്റെ പേരാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിലവിലെ MP NK പ്രേമചന്ദ്രൻ തന്നെ ഇത്തവണയും UDF-ന് വേണ്ടി മത്സരിക്കും. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു സസ്പെൻസും ഉണ്ടായില്ല.
NK പ്രേമചന്ദ്രൻ എംപിയുടെ ഉറപ്പായിരുന്ന സ്ഥാനാർത്ഥിത്വം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രം. RSP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായാണ് NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമചന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UDF സമിതിയെ തീരുമാനം അറിയിച്ചു. അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. NK പ്രേമചന്ദ്രന് ലോക്സഭയിലേക്ക് ഇത് 5ാം അംഗം. 1996-ലും 1997-ലും LDF ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു. 2014-ൽ മുന്നണി മാറ്റത്തിന് ശേഷം UDF-ലെത്തിയ NK പ്രേമചന്ദ്രൻ MA ബേബിയെ പരാജയപ്പെടുത്തി. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുക എന്നത് CPIM തന്ത്രമെന്നും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് UDF-നുണ്ടെന്നും NK പ്രേമചന്ദ്രൻ 24-നോട് പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM എടുത്തിട്ടുള്ള ഒരു തന്ത്രം വ്യക്തിഹത്യയിലൂടെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയമായും വ്യക്തിപരമായും പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാനുള്ള കഴിവും കരുത്തും ശക്തിയും ഐക്യജനാധിപത്യ മുന്നണിക്കൊണ്ടൊന്ന്. പിന്നെ എന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. M. മുകേഷ് MLA-യുടെ പേരാണ് കൊല്ലത്ത് LDF സജീവമായി പരിഗണിക്കുന്നത്. കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കാനാണ് BJP നീക്കം. 24 തിരുവനന്തപുരം. BJP ദേശീയ കൗൺസിലിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസത്തിന്റെയും ജാതിയുടെയും പേരിൽ കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുവെന്നും വിമർശനം. 400-ലധികം സീറ്റുകൾ നേടി NDA വീണ്ടും അധികാരത്തിലെത്തുമെന്നും അടുത്ത 100 ദിവസം BJP പ്രവർത്തകർ പുതിയ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചു. കള്ളം പറയാൻ പ്രതിപക്ഷത്തിന് ഒരു മടിയുമില്ലെന്ന് ഇന്ത്യ മുന്നണിയെ ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमें सबका विश्वास हासिल करना है और जब सबका प्रयास होगा तो देश की सेवा के लिए सबसे ज्यादा सीटें भी बीजेपी को ही मिलेगी. കുടുംബവാഴ്ചയും അഴിമതിയും നിറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. കഴിഞ്ഞ 10 വർഷത്തെ NDA ഭരണത്തിലൂടെ അഴിമതിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനായെന്നും അടുത്ത 5 വർഷം രാജ്യ വികസനത്തിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർഷക സമര പശ്ചാത്തലത്തിൽ കർഷകർക്കായി നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളും പ്രധാനമന്ത്രി വിശദീകരിച്ചു. 3ാം തവണയും 400-ലധികം സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി അതിനായി BJP 370 സീറ്റുകൾ നേടണമെന്നും പറഞ്ഞു. അടുത്ത 100 ദിവസം പുതിയ വോട്ടർമാരിൽ സർക്കാർ നേട്ടങ്ങൾ എത്തിക്കുവാനും പ്രവർത്തകരോട് മോദി ആഹ്വാനം ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി ജൂൺ വരെ നീട്ടിയ തീരുമാനം കൗൺസിൽ അംഗീകരിച്ചു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്കെന്ന സൂചന. കമൽനാഥിനും നവ്ജോത് സിംഗ് സിദ്ധുവിനും പുറമെ മനീഷ് തിവാരിയും പാർട്ടി വിടുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മനീഷ് തിവാരിയുടെ ഓഫീസ് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം 7 കുടുംബങ്ങളുടെ മുന്നണിയെന്ന് BJP ദേശീയ കൗൺസിലിൽ അമിത്ഷാ വിമർശിച്ചു. മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും BJP-യിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് കോൺഗ്രസ് MP മനീഷ് തിവാരിയെ പറ്റിയുള്ള വാർത്തകളും പ്രചരിച്ചത്. BJP-യിലെ നേതാക്കളുമായി തിവാരി ചർച്ച നടത്തിയെന്നും ഉടൻ കോൺഗ്രസ് വിടുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. മനീഷ് തിവാരി BJP-യിലേക്ക് പോകില്ലെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും MPയുടെ ഓഫീസ് വ്യക്തമാക്കി. കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുമോ എന്നതിൽ കമൽനാഥ് ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കമൽനാഥ് BJP ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ കോൺഗ്രസിനുള്ളിലെ പോര് മുറുകുന്നതിനിടെ നവജോത് സിംഗ് സിദ്ധുവും പാർട്ടി വിട്ടേക്കുമെന്നാണ് വിവരം. അതിനിടെ അഴിമതിക്കാരുടെ സഖ്യമാണ് ഇന്ത്യ മുന്നണിയെന്ന് BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചു. आजादी के दूसरे दिन होनी चाहिए थी, परंतु जब तक कांग्रेस रही, जब तक इंडिया अलायंस वाले रहे, इसकी कल्पना भी नहीं की मोदी जी ने गुलाम. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർണായകമാണ് വരും ദിവസങ്ങൾ. 24 ഡൽഹി. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ വിശദീകരണവുമായി ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ. ഒരു കുറ്റവും ചെയ്യാതെ തന്നെ പ്രതിയാക്കുകയാണെന്ന് മന്ത്രി 24-ന്റെ അവതാരപ്പുല്ലുകൾ പരിപാടിയിൽ പറഞ്ഞു. മുൻമന്ത്രി ആന്റണി രാജുവുമായി തനിക്ക് ഒരു വിരോധവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്റെ ഓഫീസിലെത്തി ബഹളം വെച്ചെന്ന വാർത്തയും മന്ത്രി നിഷേധിച്ചു.
അല്ല, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. അത് ഞാൻ സംഘടിപ്പിച്ച പ്രോഗ്രാം അല്ല. അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞു, അത് തിരുത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. അത് തിരുത്തേണ്ടത് ഞാനല്ല, ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് മുൻമന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കിയത് താനല്ലെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ വിശദീകരിക്കുന്നത്. ആ പരിപാടിയുടെ സംഘാടകർ തിരുവനന്തപുരം നഗരസഭയായിരുന്നു. ഉദ്ഘാടനത്തിന് തന്നെ വിളിച്ചതാകട്ടെ മന്ത്രി എം.ബി. രാജേഷും. വിഷയത്തിൽ ആന്റണി രാജു തെറ്റിദ്ധരിച്ചതാണ്. തനിക്ക് ആന്റണി രാജുവിനോട് ഒരു വിരോധവുമില്ല. ട്രിവാൻഡ്രം കോർപ്പറേഷൻ സംഘടിപ്പിച്ചതാണ്. ഉദ്ഘാടനം ചെയ്തത് എം.ബി. രാജേഷ് മിനിസ്റ്ററാണ്. ഞാനൊരു അതിഥി മാത്രമായിരുന്നു. ബാക്കി അവരുടെ പ്രോഗ്രാമാണ്. എല്ലാ കൗൺസിലേഴ്സും അവരുടെ ചെയർപേഴ്സൺസും എല്ലാം വേദിയിലുണ്ടായിരുന്നു. നോട്ടീസ് അടിച്ച അവരാണ്. ആ നോട്ടീസ് കാണാതെയാണ് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഗണേഷ് കുമാർ ആരെയോ മാറ്റി നിർത്താൻ വേണ്ടി. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് പ്രശസ്തി നേടേണ്ട കാര്യമില്ല. ഗതാഗത സെക്രട്ടറിയെ മാറ്റണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ഒരു ഉദ്യോഗസ്ഥരുമായും പ്രശ്നങ്ങളില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ 24 വ്യക്തമാക്കി. 24 പത്തനംതിട്ട. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. ചണ്ഡീഗഡ് മേയർ സ്ഥാനം രാജിവെച്ച് BJP നേതാവ് മനോജ് സോങ്കർ. മേയർ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കവെയാണ് നീക്കം. കേസ് നേരത്തെ പരിഗണിച്ച സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ചണ്ഡീഗഡിലെ ആ കസേര കളി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് BJP നേരിട്ടത് സുപ്രീം കോടതിയിൽ നിന്ന്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഒരു തിരിച്ചടി, അത് ഇനിയും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ രാജി? ഗോകുൽ, തീർച്ചയായിട്ടും. കാരണം ഈ സുപ്രീം കോടതി കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം വരെ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ഉയർത്തുകയുണ്ടായി. മാത്രമല്ല ഈ വരണാധികാരി ഈ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ വരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത്. മേയർ സ്ഥാനം രാജിവെച്ച് BJP നേതാവ് മനോജ് സോങ്കർ ഏതാണ്ട് ഭരണാധികാരി ഇന്ത്യ മുന്നണി 8 വോട്ടാണ് അസാധുവാക്കിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന മറ്റൊരു വാർത്ത എന്നുള്ളത് ഈ അട്ടിമറി BJP അവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ BJPയിൽ ചേർന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പൂനം, നേഹ, ഗുർചരൺ ദാസ് കാല എന്നിവരാണ് BJPയിൽ ചേർന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ മേയർ കസേര കളി മാറും. കാരണം നിലവിലെങ്കിൽ മുൻതൂക്കം അനുസരിച്ച് BJPക്ക് തന്നെയായിരിക്കും ആ കസേര ഉറപ്പിക്കുവാൻ കഴിയുക. എന്തായാലും അട്ടിമറി നീക്കം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നാളെ കേസ് പരിഗണിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അട്ടിമറി നീക്കം ഇപ്പോൾ ഈ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ നിരീക്ഷിച്ച കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ BJP മേയറുടെ രാജി. പക്ഷേ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവരുടെ നില ഭദ്രമാക്കുന്ന തരത്തിൽ 3 AAP കൗൺസിലർമാരെ BJP പക്ഷത്തേക്ക് കൂറുമാറിയിരിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്നത് ഇപ്പോൾ തന്നെ നടപ്പാക്കുമെന്നല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യം. നവകേരള സദസ്സിന്റെ തുടർച്ചയായുള്ള ആദ്യ മുഖാമുഖ പരിപാടിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ കോളേജുകളിൽ നിന്നുള്ള 2000 വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ മുഖാമുഖത്തിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളും ഇനി കൈവരിക്കാനുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. 60 വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ലഭിച്ചു. ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, ജില്ലയിലെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA മാർ, VC മാർ, ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന മുഖാമുഖത്തിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഇനി നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ഗരുഡൻ തൂക്കത്തിനിടെ 10 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു. അപകടത്തിൽ കുഞ്ഞിന്റെ കൈയൊടിഞ്ഞു. കുഞ്ഞ് താഴെ വീണത് പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിൽ. ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും കുർബാന തർക്കം. പറവൂർ കോട്ടക്കാവ് സെയിന്റ് തോമസ് പള്ളിയിൽ സംഘർഷം. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ഒരു വിഭാഗം. ജനാഭിമുഖ കുർബാനയ്ക്കെത്തിയ വികാരി ജോസ് പുതിയടത്തിനെ തടഞ്ഞു. തർക്കത്തെ തുടർന്ന് കുർബാന നിർത്തിവെച്ചു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി നാളെ. വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള പ്രതികളുടെയും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെയും അപ്പീലുകളിൽ വിധി പറയും. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന പ്രതികൾ പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ കെ രമ നൽകിയ ഹർജിയിലും വിധി നാളെ. സവാള കയറ്റുമതിക്കുള്ള നിരോധനം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. അനുമതി നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ സമിതി. 3 ലക്ഷം മെട്രിക് ടൺ സവാള കയറ്റുമതി നടത്താനാണ് അനുമതി. തിരുവനന്തപുരം കല്ലറയിൽ കുളത്തിൽ വീണ 4 വയസ്സുകാരൻ മരിച്ചു. കല്ലറ സ്വദേശി സതിരാജിന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. കാൽവഴുതി കുളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് നിഗമനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സിറോ മലബാർ സഭ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന പ്രധാന ആവശ്യം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മലയാളി യുവാവ് പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് 61-കാരനായ മാനുവൽ തോമസ്. കൊലപാതകത്തിന് ശേഷം മകൻ മെൽവിൻ തോമസ് തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പത്തനംതിട്ട നെല്ലാട് വാഹനാപകടത്തിൽപ്പെട്ട പിഞ്ചുകുട്ടിയടക്കം 3 പേർക്ക് രക്ഷകനായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവല്ല സ്വദേശി ഐറിൻ, സഹോദരി പുത്രി നൈറ, ഐറിന്റെ പിതാവ് ബാബു M കുര്യാക്കോസ് എന്നിവർക്കാണ് മന്ത്രി രക്ഷകനായത്. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെയാണ് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബാബു ഓടിച്ചിരുന്ന സ്കൂട്ടർ എതിർദിശയിൽ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകും വഴിയാണ് അപകടം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പരിക്കേറ്റ 3 തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മന്ത്രി. പരിക്കേറ്റ 3 ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 2 ബൈക്ക് കൂട്ടിയിടിച്ചതാണ്. റോഡിൽ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്നു, എറണാകുളത്ത് പോകാനുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ആ കുട്ടി. അവർ 2 മുറിവേറ്റ് സൈഡിലിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ നാട്ടുകാരെടുത്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നാണ്. അവരെ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇപ്പോൾ കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വണ്ടി ഓടിച്ചത്, മുത്തശ്ശൻ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനും പരിക്കില്ല. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.